ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള ബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ലെവൽ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ്, അതോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. റീഡിംഗ് കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്തേക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഇതൊന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Slowing down, ripeness, completion, thunderbolt, silence, integration, understanding, change, transformation, comparison, postponement, turning in, guidance, aloneness, compromise, adventure, new vision, moment to moment ആണ് വന്നിരിക്കുന്നത്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നോ തിക്നെസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഇവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജിയാണ്. അതോടൊപ്പം അവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്ലോയിങ് ഡൗൺ വന്നിട്ടുണ്ട്, അഡ്വഞ്ചർ വന്നിട്ടുണ്ട്, ന്യൂ വിഷൻ വന്നിട്ടുണ്ട്, ടേണിംഗ് ഇൻ കാണിക്കുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്. അപ്പൊ ഇവിടുത്തെ ഒരു അതുപോലെ തന്നെ തണ്ടർബോൾട്ട്, ഇവിടുത്തെ ഒരു കറണ്ട് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്മൂത്ത് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പിന്റെ ജേർണി അല്ല നമുക്കിവിടെ സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോ ആരുടെയൊക്കെ റീഡിംഗ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ എന്തോ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വലിയ രീതിക്ക് ഒരു പ്രശ്നം നടന്നിരിക്കുന്നു. ഇവിടെ ഒരു തണ്ടർബോൾട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു കർമ്മയാണ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്, ടവർ എനർജിയാണ്. ആ ഒരു തിരിച്ചടി എന്ന് പറയുമ്പോൾ ഇവർക്കിടയിൽ ഒരുപാട് ഫൈറ്റ് അല്ലെങ്കിൽ വളരെയധികം വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കോംപ്രമൈസ് ചെയ്ത് പോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയാൻ കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് ആ ഒരു തേർഡ് പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് പൂർണ്ണമായിട്ടും എല്ലാം പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയല്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അതുപോലെ തന്നെ കേട്ട് അനുസരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. തേർഡ് പാർട്ടിയുടെ ഒരു എനർജി പറയുകയാണെങ്കിൽ ഒരു ബോസിങ് ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ അവർ പറയുന്നതായിരിക്കണം മുന്നോട്ടേക്ക് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ തീരുമാനങ്ങളായിരിക്കണം മുന്നോട്ടേക്ക് നയിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും അതേ ക്യാരക്ടർ, അതായത് രണ്ടുപേരും ഒരേ ക്യാരക്ടർ ആണ്. ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർ പറയുന്ന അനുസരിച്ചായിരിക്കാം നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിരുന്നത്. അവരായിരിക്കാം എല്ലാ കാര്യങ്ങളിലും ഒരു ഗൈഡ് ചെയ്തിരുന്നത്. ആ ഒരു ക്യാരക്ടറും വെച്ചിട്ടായിരിക്കാം അവർ തേർഡ് പാർട്ടിയിലേക്കും പോയിരിക്കുന്നത്. പക്ഷെ അവിടെ അവരുടെ വാക്കുകൾക്ക് വലിയ വിലയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ സ്ലോവിങ് എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് അവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ അരിച്ചരിച്ച് പോകുന്ന ഒരവസ്ഥ.
ആർക്കോ വേണ്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കൊക്കെ പോവുകയാണ്. റിപ്നെസ് എന്ന് പറയുമ്പോഴേക്കും വലിയ രീതിക്ക് ഒരു വിള്ളല് ഇവരുടെ ബന്ധത്തിൽ ഏറ്റിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി നോക്കുവാണെങ്കിൽ കാണിക്കുന്നത്. വളരെ ഒരു ലോ എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കംപ്ലീറ്റ്ലി ലോ എനർജിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഒരു ലോ എനർജിയിലേക്കാണ് ഇവരുടെ ബന്ധത്തിന്റെ ഇപ്പോൾ ഒരു നിലനിൽപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്ലോയിങ് ഡൗൺ ആണ്. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഈ ഒരു ബന്ധത്തിൽ ഇല്ല. ഇവിടെ കമ്പാരിസൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും തേർഡ് പാർട്ടിയെയും വെച്ച് വളരെ വലിയ രീതിക്ക് തന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ, അവർ എത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെ കടന്നുപോയ വ്യക്തികളാണ് എന്ന് ഇപ്പൊ അവർക്ക് അവരുടെ സന്തോഷങ്ങൾ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഓരോ നിമിഷവും അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ കംപ്ലീഷൻ വന്നിട്ടുണ്ട്, അതുപോലെ ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ട്. ഇവരുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട എല്ലാ എഫേർട്ടും അവർ എടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാക്സിമം ശ്രമിച്ചിട്ടും അതിനകത്ത് പരാജയം തന്നെ നേരിടേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ വന്നിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബന്ധം ഒന്ന് നല്ല രീതിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പോകട്ടെ, എന്തായാലും അവർ ഇറങ്ങി തിരിച്ചു. നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചതിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവരങ്ങനെ വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇനിയും തോറ്റു തരാനായിട്ടുള്ള ഒരു മടി, ഈഗോ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മറ്റൊരു മുഖം അണിഞ്ഞിട്ട് മാക്സിമം ഇവരുടെ ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവർക്കിടയിൽ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പൊ സൈലന്റ് ആണ്. ഇപ്പൊ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് വേണം. കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നിട്ട് മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഇവരെടുക്കുന്ന എഫേർട്ടോ കാര്യങ്ങളോ ഒരു രീതിക്കും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുടെ എഫേർട്ടിന് അവരൊട്ട് പ്രാധാന്യം നൽകുന്നുമില്ല. അവർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് വാല്യൂ ആയിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു ചേഞ്ച് വേണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവരോടുള്ള ആ ഒരു ഇന്റിമസി അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ, വളരെയധികം അഡിക്ഷനോട് കൂടി പോയിരുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള അഡിക്ഷനിൽ വളരെ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നോ തിങ്ക്നെസ് എന്ന് പറയുമ്പോൾ ആദ്യം ഭയങ്കരമായിട്ടുള്ള ഒരു ഇമാജിനേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോയിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ചിന്തകളിൽ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ സോറോ എനർജി ആണ് വന്നിരിക്കുന്നത്. ഒറ്റപ്പെടലാണ്, അല്ലെങ്കിൽ ആ ഒരു സന്യാസകരമായിട്ടുള്ള അവസ്ഥ. അവർക്ക് അവരുടേതായ ഹാപ്പിനെസ്, സന്തോഷം ഒന്നും തന്നെ ആനന്ദിക്കാൻ സാധിക്കുന്നില്ല. അതിപ്പോ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു മാറ്റവും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടോ, ഇനി അവർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളൊരു പോസിബിലിറ്റി ഇവർ തിരയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും അവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു തിരച്ചിലില് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇവർ ഇപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാത്തതിന്റെ കാരണം ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ ഇമോഷൻസ് ഒന്നും ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഇപ്പോൾ ഗോയിങ് വിത്ത് എ ഫ്ലോ എന്നുള്ള മൈൻഡിലായിരിക്കാം പോകുന്നത്. എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ട് വരുന്നത് വരട്ടെ, നിങ്ങൾക്ക് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഇപ്പൊ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് ചാടിക്കയറി നിങ്ങളിലേക്ക് നാളെ വരണം എന്നുള്ള നിങ്ങളുടെ മെന്റാലിറ്റി ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മെച്ചുവേർഡ് ആയിരിക്കുന്നു. കാര്യങ്ങളെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവരിനി വരുവാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് ഒരു മാറ്റങ്ങൾ വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രയോറിറ്റി നൽകിയിട്ട് ഇവർ ലൈഫിലേക്ക് വന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം നിങ്ങൾ. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റാത്തത്. ഇവിടെ നമുക്ക് ഗോയിങ് വിത്ത് ദ ഫ്ലോ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇതാണ് ഇപ്പൊ അവരുടെ അവസ്ഥ. പോകുന്നത് പോകട്ടെ, അല്ലെങ്കിൽ പോകുന്നത് വരെ പോകട്ടെ. എവിടെ വരെ പോകും ഈ ഒരു യാത്ര, അവിടെ വരെ പോകട്ടെ. ഒട്ടും പറ്റാതെ വന്നിരിക്കുകയാണ് അവർക്ക്. അപ്പൊ അവർക്ക് അതിലൊരു മാറ്റം വേണം. അപ്പൊ തൽക്കാലം ഇനിയിപ്പോ ഇതിനകത്ത് എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട എന്നുള്ളൊരു മെന്റാലിറ്റി ആണ്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഭാഗമായിട്ട് ഇവരുടെ മെന്റാലിറ്റിക്ക്, മാനസികപരമായിട്ടുള്ള ചിന്തകൾക്കൊക്കെ വലിയ രീതിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷനെ എത്രയും വേഗം ഇട്ടിട്ട് പോകാനുള്ള ഒരു മനസ്സിൽ തന്നെ ഇവർ എത്തി നിൽക്കുകയാണ്. മടുത്തു എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അതായത് സ്വന്തം ജീവിതത്തിനും സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്രയും വേഗം അവിടെ നിന്ന് മാറി പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ആ ഒരു രീതിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ആഴത്തിൽ ചിന്ത കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് സ്ട്രെസ്സും ഇവർക്ക് കൂടുന്നുണ്ട്. മറ്റൊരാളുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലെ ഒരു കളിപ്പാട്ടം പോലെ ആയിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. സാധാരണ മനുഷ്യന്മാരാണ് കുരങ്ങനെ കളിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ കുരങ്ങനാണ് മനുഷ്യനെ കളിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടമാണ് ഇവരിപ്പോ. അവർ അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ചാടുന്നു, ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ചാടുന്നു. ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. സമാധാനപരമായിട്ട് ആ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ person ഇതെല്ലാം ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നും അല്ല ഇത്. ഇവർക്ക് അവിടെ നിന്ന് ഒരു മാറ്റങ്ങൾ വേണമെന്ന് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് യാതൊരു വിധത്തിലും നിങ്ങളുടെ person okay അല്ല. okay. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് സമയങ്ങളായിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നന്നാക്കാനായിട്ട് അതിനെ മാക്സിമം ശ്രമിച്ചിട്ടും നന്നാക്കാനായിട്ട് സാധിക്കുന്നില്ല. പോസ്റ്റ്പോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മുന്നോട്ടേക്ക് ഇവർ നീട്ടി നീട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്നുള്ള രീതിക്ക് ഒരുപാട് നീട്ടി വെച്ചിട്ടും അവിടെ ഒരു രീതിക്കും okay ആവാത്ത സാഹചര്യത്തിലാണ് അവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകൾ വന്നിരിക്കുന്നതും ആ ഒരു സാഹചര്യത്തിലാണ് ചേഞ്ച് ആഗ്രഹിക്കുന്നതും. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേണിംഗ് ഇൻ ആണ്. അവിടെ നിന്ന് ഒരു മാറ്റം, പുതിയ രീതിയിലുള്ള ഒരു മാറ്റം. കാരണം മാക്സിമം ട്രൈ ചെയ്തു, ഇനി ട്രൈ ചെയ്യാൻ ഒന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് തന്നെ അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇപ്പൊ ഇവരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ aloneness ആണ്. വെളിച്ചം തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. ആ ഒരു വെളിച്ചം തേടിയുള്ള യാത്രയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത്. അതിസാഹസികപരമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നതും ഇവർ തന്നെയാണ്. അതുകൊണ്ട് ആരോടും കുറ്റം പറയാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിനെ വലിയ രീതിക്ക് വേദനിപ്പിച്ച് വിള്ളലേൽപ്പിച്ചൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം addiction കാണിച്ചിട്ടാണ് തേർഡ് പാർട്ടിയിലേക്ക് പോയത് എന്നുണ്ടെങ്കിലും ആ ഒരു addiction ആണെന്നുണ്ടെങ്കിലും attraction ആണെന്നുണ്ടെങ്കിലും even ഒരു വെറുതെ ഒരു സ്നേഹമാണെങ്കിൽ പോലും അതുപോലും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. compromise ചെയ്ത് ഇവർക്ക് മടുത്തു. കാരണം ഓരോ പ്രാവശ്യങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവർ അങ്ങോട്ടേക്ക് initiative എടുത്ത് അതിനെ compromise ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം compromise ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഈ opposite നിൽക്കുന്ന partner അതിന് തയ്യാറാകുന്നില്ല. ഇവര് മാത്രമാണ് കൂടുതലായിട്ട് effort എടുക്കുന്നത്. അതിപ്പോ നിങ്ങളുടെ relationship ൽ നിന്ന സമയത്ത് നിങ്ങളായിരിക്കാം കൂടുതൽ effort എടുത്തിരുന്നത്. അതൊക്കെ ഇവര് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട്. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു relationship ആയിട്ട് ബന്ധപ്പെട്ട് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു കിളിയെ കൂട്ടിലിട്ട് വളർത്തുന്നതും അതിനെ സ്വാതന്ത്ര്യത്തോടു കൂടി പറത്തി വിടുന്നതും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഇവര് നിങ്ങളുടെ ലൈഫിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ വെച്ചവരായിരിക്കും. അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ രീതിയിൽ. എന്നാൽ ഇപ്പോൾ ഇവർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തേർഡ് പാർട്ടി പറയുന്ന അനുസരിച്ച് മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലാണ് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കും സ്വാതന്ത്ര്യം തരേണ്ടിയിരുന്നതാണ്. അവർ ചെയ്തു പോയ തെറ്റുകൾ പ്രവർത്തികൾ എല്ലാം സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കി വളരെയധികം കുറ്റബോധത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്താപത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരുടെ ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം ഒരു ഗൈഡൻസ് ആയിട്ട് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ മുന്നോട്ടേക്ക് അവർക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നാക്കി എടുക്കാനുള്ള ഒരു ഗൈഡൻസ് ആണ് താൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഇവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം വ്യത്യസ്തത വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അഡിക്ഷൻ കാര്യങ്ങൾ എല്ലാം വിട്ടിട്ട് പച്ചയായ ഒരു ജീവിതത്തിലേക്കും സത്യസന്ധമായ കാര്യങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം, അതാണ് ഇവരിപ്പോ നടത്തുന്നത്. മൊമെന്റ് ടു മൊമെന്റ് ആണ് നമുക്കിവിടെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓരോ നിമിഷവും ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഞാണിന്മേൽ കളി പോലെയാണ്. ഓൾറെഡി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണ്. ഇനി മുന്നോട്ടേക്ക് പോകുന്തോറും എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുമ്പോൾ വരുന്നത് വരട്ടെ എന്നുള്ള രീതിക്ക് പോകുന്നു. പക്ഷെ ഇനിയും ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇതിലൊരു ടേണിങ്ങിന് ഒരു മാറ്റം അനിവാര്യമാണ്. അതിന് ആദ്യം തന്നെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയ മൊമെന്റിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് സ്വന്തം മനസ്സിനെ ഏകാഗ്രമാക്കി മാറ്റിയിട്ട് സ്വന്തം എനർജീനെ ഇവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ആ ഒരു നെഗറ്റിവിറ്റി തോട്ട്സ്
ഓവർ തിങ്കിങ്, ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ഇനി അങ്ങോട്ടേക്ക് ഇതിനെ പോസ്റ്റ്പോൺ ചെയ്തൊന്നും വെക്കാതെ വളരെ പെട്ടെന്ന് ഇതിനകത്തൊരു ചേഞ്ച് കൊണ്ടുവരിക. ആ ഒരു ചേഞ്ചിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ആ ഒരു ഡിസിഷനിലേക്ക് ഇവർ മാറുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ ഇവർ അവോയ്ഡ് ചെയ്തത് ആ ഒരു സ്ഥലത്ത് തന്നെ ഇവരിപ്പോ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. കാരണം മറ്റൊരാളുടെ ലൈഫിൽ ഇവരൊരു തേർഡ് പാർട്ടി ആയി മാറുന്ന ഒരു അവസ്ഥ. നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഇവർ സിമ്പിൾ ആയിട്ട് ഒരു പൂ പറിക്കുന്ന പോലെ മാറ്റി വെച്ചു. എന്നാൽ ആ ഒരു അതേ അവസ്ഥ ഇവിടെ തണ്ടർബോൾട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞ ഒരു കർമ്മയാണെന്നുള്ളത്. അതേ അവസ്ഥ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നേരിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് ആ ഒരു ഫിയർ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഫിയർ എന്ന് പറയുമ്പോൾ ഒരു ഭയമൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. ഇനി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുമോ? ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് അവർക്കൊരു ഉറപ്പ്. ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫിയർ എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു 80% ഉറപ്പിച്ചവർ വെച്ചിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർക്കറിയാമല്ലോ അവർ നിങ്ങളോട് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഒട്ടും നീതിപൂർവമല്ലാത്തൊരു പ്രവൃത്തി. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വളരെ സന്തോഷകരമായിട്ട് ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ലവേഴ്സ് ആയിരിക്കാം. അപ്പൊ ഏത് രീതിയിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും സത്യസന്ധമല്ലാത്ത, നീതിക്ക് നിരക്കാത്ത കാര്യം പ്രവർത്തിച്ച വ്യക്തി ആയതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു രീതിയിൽ ഫിയർ നിൽക്കുന്നത്. അവരിപ്പോ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് നന്നാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരണം. ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ആകെ നിൽക്കുന്നത്. ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. ഇവിടെ അഡ്വഞ്ചർ എന്ന് പറയുമ്പോഴേക്കും അതിസാഹസികപരമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ടേക്ക് ലൈഫിനെ കൊണ്ടുപോകുന്നത്. അപ്രതീക്ഷിതമായിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്ന ഈ ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം നിങ്ങളുടെ പേഴ്സണിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആഘാതം എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മറ്റു വ്യക്തികളുടെ സ്വാധീനവും കടന്നു വന്നിട്ടുണ്ട്. പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം, അതുപോലെ ഇമോഷൻസ്, ഒരു ജെലസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബോസിംഗ് ക്യാരക്ടറുള്ള പേഴ്സൺ ആണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് അവരുടേതായ രീതിക്ക് മാത്രം മുന്നോട്ടേക്ക് പോകണം, അവർ പറയുന്നത് മാത്രമേ അവിടെ നടക്കാവൂ, അങ്ങനെയൊക്കെ ഒരു രീതികളാണ്. അത് ആദ്യ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പതുക്കെ പതുക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പോലും കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും അവരെയും വെച്ച് മാത്രം കമ്പയർ ചെയ്യുന്ന രീതി മാത്രമല്ല, ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പേരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയും കൂടെയൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇവർ മാക്സിമം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു വിള്ളൽ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കരമായിട്ട് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, എന്നാൽ പൂർണ്ണമായിട്ട് അവർക്ക് വിട്ടുപോരാൻ സാധിക്കുന്നില്ല. പല രീതിയിലുള്ള ഒരു കെട്ട് പിണഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്കിലും ആ ഒരു കെട്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് എത്രയും വേഗം അവിടെ നിന്നൊരു മാറ്റം അതിവരിപ്പോ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പണ്ടത്തെ പോലെയുള്ള ആ ഒരു അട്രാക്ഷനോ അഡിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ തേർഡ് പാർട്ടിയോട് ഇപ്പൊ നിലവിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഇവർ ആ ഒരു രീതിയിൽ ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഫീലിങ്സ് ഏത് രീതിയിലാണ് എന്നുള്ളത് എടുക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ അവരുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരൊറ്റ സ്പ്രെഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സ്ലോയിങ് ഡൗൺ വന്നിട്ടുണ്ട്. ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നിട്ട് മുന്നോട്ടേക്ക് വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് അരിച്ചരിച്ച് നീങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വളരെയധികം ഒരു ലോ എനർജിയിൽ നിൽക്കുന്ന ഒരു സ്പ്രെഡ് ആണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തിരയുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. അപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ്, ഈ ഒരു സമയം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടെ നോക്കാം. Queen of Swords, the Star Energy, Page of Swords, Six of Cups, Eight of Wands, Judgment, Knight of Swords, Five of Wands, the World, Seven of Cups, Three of Swords, Ten of Cups ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് Six of Wands ആണ്.
അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ കാണിച്ചിരിക്കുന്നത് അവർ എത്രത്തോളം സ്പീഡിലാണോ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയത് അത്രത്തോളം സ്പീഡിൽ ഇപ്പൊ നിങ്ങളിലേക്കുള്ള യാത്ര മനസ്സുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നു. അതാണ് ആ ഒരു സ്പൈ വർക്ക് നമുക്ക് കിട്ടിയത്. പോസിബിലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും അവരെ കുറിച്ച് ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളത് അറിയാനുള്ള ഒരു വ്യഗ്രത ഇവരിൽ കാണുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വളരെ ഫാസ്റ്റ് എനർജി ആണ്, കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ് കിട്ടിയിരിക്കുന്നത്. 8 ഓഫ് wands അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് wands വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം. അവരിപ്പോൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് നീതിക്ക് നിരക്കാതെ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒരു ക്ഷമാപണം നടത്തുക. മനസ്സ് തുറന്നുകൊണ്ട് തന്നെ ഒരു ക്ഷമാപണം നടത്തുക. അതിലൂടെ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സന്തോഷത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനി എന്തും പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാണ്. കാരണം അവരുടെ ലൈഫിൽ നിങ്ങളെ അത്രത്തോളം അവരിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജി നമുക്ക് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരുടെ ഹൃദയത്തോട് നിങ്ങളെ ചേർത്ത് നിർത്തണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അത്രത്തോളം ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ കാണുന്ന വ്യക്തികളാണ്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നി തുടങ്ങിയിരിക്കുന്നു. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ 5 ഓഫ് wands ആണ്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ പൂർണ്ണമായിട്ടും വിട്ടുമാറി നിൽക്കുന്നവരല്ല, അതിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ എത്രയും വേഗം മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് സഡൻ ആയിട്ട് പെട്ടെന്ന് ഇറങ്ങി പോരുക എന്നുള്ളത് നടപടിയാവുന്ന ഒരു കാര്യമായിരിക്കില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, എങ്കിൽ പോലും എന്തൊക്കെ തടസ്സങ്ങൾ ചുറ്റിനും വരികയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളെ എല്ലാം ബുദ്ധിപൂർവ്വം അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും. ആ ഒരു പോരാളി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മനോബലം അവര് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കിവിടെ കാണാൻ സാധിച്ചായിരുന്നു. സ്പിരിച്വലി ഒക്കെ അവർ കണക്റ്റഡ് ആവുന്നുണ്ട്, അവരുടെ എനർജീനെ അവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ തടസ്സങ്ങൾ ഇനി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ഹോപ്പ് എന്ന് പറയുമ്പോൾ അവരൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. അവരിപ്പോ നിങ്ങളെ ചേസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. നിങ്ങൾ ഓക്കെ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തിനേയും അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും. വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം ഒരു കാഴ്ചപ്പാടുകളോട് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഓരോ കാര്യങ്ങൾ ഇവരായിട്ട് തന്നെ ഇപ്പോൾ ഡ്രീം ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഒരു സന്തോഷകരമായ പരിസമാപ്തി ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇതിനൊരു വിജയം വേണം. ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുത്തണം. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള സെലിബ്രേഷൻ ആണ്. ഇനി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, കുടുംബം എല്ലാവരുമായിട്ട് എല്ലാ രീതിക്കും സന്തോഷകരമായ ഒരു മനോഭാവത്തിലേക്ക് എത്തുക. എവിടെയെങ്കിലൊക്കെ യാത്ര പോവുക, അതും നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരുമിച്ചുള്ള ആ ഒരു മൊമെന്റ്സ്, ഇതെല്ലാം അവരിപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ ഡ്രീം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഒരു സമയത്ത് അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ്, കാര്യങ്ങൾ എല്ലാം വന്നു നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയം അവർ നിങ്ങളെ മാറ്റി നിർത്തി. എന്നാൽ ഇനിയിപ്പോ എന്തൊക്കെ ഓപ്ഷൻസ് മുന്നിലേക്ക് വരികയാണെങ്കിൽ പോലും അവർക്ക് അതിനകത്ത് ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് തന്നെ അറിയാം എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത്. കാരണം ഇവിടെ 3 ഓഫ് സോഴ്സ് ആണ്. അത്രയും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ വല്ലാത്ത രീതിയിൽ ഒരു നോവല് അല്ലെങ്കിൽ ആ ഒരു നീറലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഒരു വേദന താങ്ങാനായിട്ട് ഇനിയും സാധിക്കില്ല. സ്വയം വരുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ഒരുപാട് വേദനകളിലൂടെ പോകുന്ന വ്യക്തികളായിട്ട് അവർ മാറിയിരിക്കുകയാണ്. അതുപോലെ അവർക്ക് ഒരുപാട് കുറ്റബോധം, നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എന്നൊരു കുറ്റബോധം ഒക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇനി സ്വന്തം കയ്യിലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും അവർ തയ്യാറാണ്. കാരണം അതിന്റെ റിസൾട്ട് അവർക്ക് വേണം. ഇതുവരെ അവർ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഇങ്ങനെ തന്നെയൊക്കെ പോകട്ടെ എന്നുള്ള രീതിക്കൊക്കെ പോയവരാണ്. അതിന്റെ ഇടയ്ക്ക് അവർ തേർഡ് സിറ്റുവേഷനിലേക്ക് പോയിട്ട് അവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അതൊന്നും സന്തോഷമായിരുന്നില്ല. അതൊക്കെ വെറും ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയത് കൊണ്ടാണ് തനിക്ക് തന്റെ സന്തോഷവും ജീവിതവും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അർഹമായ ആ ഒരു സ്നേഹം അതായത് അവരുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു സ്നേഹം നൽകേണ്ട കൈകൾ നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മാത്രമായിട്ടാണ് ആ ഒരു സ്നേഹം നൽകേണ്ടിയിരുന്നത്. അതിനി എന്തായാലും അവർ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി അവരിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു നീതി നൽകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ജഡ്ജ്മെന്റ് എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കുക. ആ ഒരു നീതി നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ്.
അതും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ കഴിഞ്ഞു പോയ കാലങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. എല്ലാം വളരെയധികം ക്ലിയർ ആക്കിയതിന് ശേഷം, കമ്മ്യൂണിക്കേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ തുറന്നുള്ള സംസാരമാണ്. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തി എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതുപോലെ അവർ നിങ്ങളോട് പറയാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തുറന്നു പറയണം. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ. ഈ റിലേഷൻഷിപ്പ് ഒരു രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഡിസ്കണക്ട് ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഈ ഒരു കണക്ഷൻ നിലനിർത്തുക തന്നെ വേണം. ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു ന്യൂ ചാപ്റ്റർ ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരണം. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവരത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അത് അവർ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഒരു ഫുൾഫിൽമെന്റ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക, ഹാപ്പിനെസ് കൊണ്ടുവരിക, സ്വന്തം മനസ്സനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഈ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രീതിയിലൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് സന്തോഷം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു. ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കുക. ഓക്കെ, ആ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കിയിരിക്കുന്ന പേഴ്സന്റെ എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ എനർജിയും തേർഡ് പാർട്ടിയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതും അതേസമയം നിങ്ങളോട് ആ ഒരു വ്യക്തിക്കുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻസ് കാര്യങ്ങൾ ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. റെസനേറ്റ് ചെയ്യുന്നവർക്ക് കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ്. ഓക്കെ, ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസനേറ്റ് ചെയ്യിക്കരുത്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ ഒരു സമയം നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസിന് എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യാം. ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ബി എന്നൊരു ലെറ്റർ, ഏരീസ്. കെ എന്നൊരു ലെറ്റർ, 38, ലിയോ സോഡിയാക് സൈൻ ആണ്. എൻ എന്നൊരു ലെറ്റർ, മലപ്പുറം. എച്ച് എന്നൊരു ലെറ്റർ, എം അഗെയിൻ വന്നിട്ടുണ്ട്. പൂരം എന്നൊരു സ്റ്റാർ, സി എന്നൊരു ലെറ്റർ, 35, ആർ എന്നൊരു ലെറ്റർ, ഭരണി. 1993, എസ് എന്നൊരു ലെറ്റർ, വിത്തിൻ 3 months, ഡി എന്നൊരു ലെറ്റർ, എച്ച് അഗെയിൻ വന്നിട്ടുണ്ട്. 1968, ഇടുക്കി. എച്ച് അഗെയിൻ വന്നിട്ടുണ്ട്. 44, ഡിസംബർ മന്ത്. മെയ് എന്നൊരു മന്ത്, ലിബ്ര. കാർത്തിക സ്റ്റാർ ആണ്. തിരുവാതിര എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.